കൗമാരപ്രായത്തിലെ മക്കളുടെ പ്രണയത്തെ ഏതെങ്കിലും മാതാപിതാക്കൾക്ക് അംഗീകരിക്കാൻ കഴിയുമോ? പെട്ടെന്ന് കേൾക്കുമ്പോൾ വീട്ടിൽ ചില പൊട്ടിത്തെറികൾ ഉണ്ടാകുമല്ലേ? ഇടുക്കി കട്ടപ്പനയിലെ ആ അച്ഛനും അതേ ചെയ്തുള്ളൂ. മകളുടെ പ്രണയത്തെക്കുറിച്ച് കേട്ടപ്പോൾ ആദ്യം എതിർത്തു. എന്നാൽ അതിൻ്റെ പേരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് അച്ഛനോട് മനസ്സിൽ പക തോന്നുന്നു. പിന്നാലെ പിതാവിനെതിരെ വ്യാജ പീഡന പരാതി. അങ്ങനെ കേസും അറസ്റ്റും 1.5 വർഷത്തോളം നീണ്ട ജയിൽവാസവും. 18 മാസത്തിന് ശേഷം പിതാവ് നിരപരാധിയാണെന്ന് കട്ടപ്പന അതിവേഗ കോടതിയുടെ വിധി. ഈ കാലം അത്രയും ആ അച്ഛൻ അനുഭവിച്ച വേദനയും കണ്ണീരുമുണ്ടല്ലോ, അതത്ര വേഗം മനസ്സിൽ നിന്നും ആയില്ല കേട്ടോ. മേരികുളം സ്വദേശിയായ പിതാവ് സ്വന്തം മകളെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു മകളുടെ കാമുകനും അമ്മയും ചേർന്ന് ഉപ്പുതറ പോലീസിൽ പരാതി നൽകിയത്. പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്നാരോപിച്ച് കാമുകനെയും പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ കോടതിയിൽ പിതാവിനെതിരെ മൊഴി നൽകിയ പെൺകുട്ടി കാമുകൻ അനുകൂലമായി കൂറുമാറി. കേസിന്റെ വിചാരണ വേളയിൽ മകളും കാമുകനും ചേർന്ന് പിതാവിനെ ഒഴിവാക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കള്ളക്കേസാണിതെന്ന് പെൺകുട്ടിയുടെ മാതാവും ഇളയ സഹോദരനും കോടതിയിൽ മൊഴി നൽകി. പ്രതിഭാഗത്തിന്റെ ഈ വാദങ്ങൾ ശരിവെച്ചാണ് കോടതി പിതാവിനെ കുറ്റവിമുക്തനാക്കിയത്. കട്ടപ്പന ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയുടേതാണ് നിർണായക ഉത്തരവ്. പെൺകുട്ടി കാമുകനുമായി ഫോണിൽ സംസാരിക്കുന്നതിനെ വീട്ടുകാർ എതിർത്തിരുന്നു. ഇതേ തുടർന്ന് പിതാവിനോട് പെൺകുട്ടിക്ക് ദേഷ്യമായി. പിന്നാലെയാണ് അച്ഛൻ പീഡിപ്പിച്ചുവെന്നാരോപിച്ച് കാമുകനും അമ്മയും പരാതി നൽകിയത്. ഫോൺ വിളിക്കുന്ന കേസാണ് ഇത്. വിഷയം മൊത്തത്തിൽ ഫോൺ വിഷയമാണ് ഇത്ര ഒരു ഇതാകാൻ വന്നത് കാരണമാണ്. ഞാനങ്ങനെ പറയുന്നത് കൊച്ചിന് ഇഷ്ടമല്ലായിരുന്നു. പമ്മിൽ പോയിരുന്ന് ഫോൺ വിളിയും ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കൊച്ച് പറയുന്ന കാര്യങ്ങൾ, ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ മൊത്തം കൊച്ച് അവരുടെ വീട്ടിലോട്ട് ഫോൺ വിളിച്ചറിയിക്കാമെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം അവരാണ് ഇതിനകത്ത് മുഖനായിട്ട് കൈ വെച്ച് നിന്നത്. അതുകൊണ്ട് അവർ ചെയ്യിപ്പിച്ചതാണ്. അതെനിക്ക് ഉറപ്പായി. ഞാൻ അറിയുകയും ചെയ്തു കൊച്ചിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാന്നും പറഞ്ഞു. പോലീസ് എത്തി പിതാവിനെ വീട്ടിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയപ്പോഴാണ് മകൾ അച്ഛനെതിരെ കേസ് കൊടുത്ത കാര്യം അമ്മ പോലും അറിയുന്നത്. കൊച്ചി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതുകൊണ്ട് എനിക്കറിയാം എൻ്റെ ഭർത്താവ് നിരപരാധിയാണ്. കൊച്ചി വെക്കേഷൻ ആകുമ്പോഴല്ലേ സ്കൂളിൽ നിന്ന് ഇവിടെ വരുന്നത്. അതുകൊണ്ട് 10 ദിവസം നിൽക്കും, അല്ല 3 മാസം നിൽക്കും. അപ്പം ഞങ്ങൾ കൂടെ ഉണ്ടല്ലോ. ഞാൻ എൻ്റെ ഒരു ഭാര്യയല്ല, എനിക്കറിയാമല്ലോ എൻ്റെ ഭർത്താവ് നിരപരാധിയെന്ന്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കുറ്റം എനിക്ക് തിരുത്തി എടുക്കാനും അറിയാം. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് എനിക്കറിയാം. ഇപ്പം എന്ത് തോന്നുന്നു കേസിൽ വെറുതെ വിട്ടാൽ വളരെയധികം സന്തോഷമുണ്ട്. ജോബിൻ ജോർജ് സാറിൻ്റെ കഠിനമായി ഭരിച്ച അവർ സാറ് നല്ലപോലെ ഞങ്ങളെ സഹായിക്കുകയും ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്ന് ഞങ്ങളെ സഹായിച്ച് ഈ കേസിൽ നിന്ന് ഞങ്ങൾ ജാമ്യമില്ലാ കേസിൽ പിതാവ് 1.5 വർഷത്തോളമാണ് ജയിലിൽ കഴിഞ്ഞത്. കേസിൽ പെട്ടപ്പോൾ ആരും സഹായിക്കാൻ ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു. ഇപ്പോൾ കാമുകനൊപ്പമാണ് പെൺകുട്ടി താമസിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.